സനാതനധർമ്മത്തെ ദുർബലപ്പെടുത്താനും സനാതന മൂല്യങ്ങളെ ചവിട്ടിമെതിക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഭരണകക്ഷിയായ DMK-യുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു. പക്ഷേ അതിനെതിരെ വിശ്വാസികൾ ഒന്നിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് നാളെ മധുരയിൽ മുരുക ഭക്ത സംഗമമായി മാറുന്നത്. ഹിന്ദു മുന്നണിയാണ് ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. മധുര വണ്ടിയൂർ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് മുരുക ഭക്ത സംഗമം. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ 6 ലക്ഷം മുരുക ഭക്തർ പങ്കെടുക്കും എന്നാണ് ഹിന്ദു മുന്നണി അറിയിച്ചിരിക്കുന്നത്. മുരുക ഭക്ത സംഗമത്തിൽ മുഖ്യ ആകർഷണമായി മുരുകൻ്റെ 6 പടൈ വീടുകളുടെ മാതൃക ഉണ്ട്. ഇത് കാണാൻ ആളുകൾ ഒഴുകി എത്തുകയാണ് മധുരയിലേക്ക്. കേരളത്തിൽ നിന്നടക്കം മുരുക ഭക്ത മധുരയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ ജനം TV-യുടെ പ്രിയപ്പെട്ട പ്രേക്ഷക തത്സമയ സംപ്രേഷണം കാണുക. തടസ്സങ്ങൾ നീങ്ങി മുരുകഭക്ത മഹാസംഗമ ഭൂമിയാകാൻ മധുര. സർക്കാർ പോലീസ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് DMK സൃഷ്ടിച്ച തടസ്സങ്ങൾ നീങ്ങിയത് കോടതി ഇടപെടലിലൂടെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിൻ്റെയും സാന്നിധ്യം ചോദ്യം ചെയ്താണ് DMK രംഗത്തെത്തിയത്. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പുറമെ മുരുക ഭക്തരുടെ സുഗമയാത്രയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാനും DMK സർക്കാർ ശ്രമിച്ചു. துதிப்போர்க்கு வல்வினை போம் துன்பம் போ நெஞ்சில் பதிப்போர்க்கு செல்வம் பழித்து கதி தூங்கும் நிஷ்டையும் கை கூடும் நீ மலரருள் கண்ட സൃഷ്ടി കവചന്തനൈ. സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്നവർ അതാത് ജില്ലകളിൽ രജിസ്റ്റർ ചെയ്യണം. മധുര നഗരത്തിൽ പ്രവേശിക്കാൻ പ്രത്യേക വാഹന പാസ് തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാരും പോലീസും ചേർന്ന് ഭക്തർക്ക് നൽകിയത്. ആത്മീയതയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന സർക്കാരിനേറ്റ പ്രഹരമായിരുന്നു മദ്രാസ് ഹൈക്കോടതി വിധി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് അധികാരപരിധി ലംഘിക്കുന്നതാണെന്നും ഭരണഘടന ഉറപ്പുതരുന്ന അവകാശങ്ങൾ എല്ലാവർക്കുമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പോലീസ് അത് ഓർക്കണമെന്നുള്ള രൂക്ഷ വിമർശനത്തോടെയാണ് കോടതി സർവ്വ ഉത്തരവുകളും റദ്ദാക്കിയത്. കോടതി കുടഞ്ഞതിന്റെ ക്ഷീണം മാറ്റാനായി പരിപാടി രാഷ്ട്രീയ മുതലെടുപ്പാണെന്നായിരുന്നു DMK-യുടെ അടുത്ത വാദം. ഇതിന് തെളിവായി നിരത്തിയത് യോഗി ആദിത്യനാഥിന്റെയും പവൻ കല്യാണിന്റെയും സാന്നിധ്യമായിരുന്നു. അന്ധവിശ്വാസികളായി തമിഴ്നാട് മുഖ്യമന്ത്രിയും സർക്കാരും മതപരമായ പരിപാടികളെ ഭയക്കുന്നുവെന്ന് മുതിർന്ന BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജൻ വിമർശിച്ചു. No, it is lauding the religious sentiments of Hindus. Particularly Murugan is known as Tamil god. So we are celebrating. What is the problem for them? I don't know. From the day it was announced, every day Shekhar Babu is talking about that. He is giving extra advertisement for this program. We are not bothered. He is much bothered about that. It is the duty of the government to give protection for the conference, to give permission for the conference. But from the beginning, they are interfering with the police not to give the permission or so. But we have applied to the court, gone to the court. ആത്മീയതയെ വെറുക്കുന്നവരാണ് തമിഴ്നാട് ഭരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ നയന രാഗേന്ദ്രനും ചൂണ്ടിക്കാട്ടി. മതവും ഭക്തിയും ആരുടെയും കുത്തകയല്ലെന്നും ഭക്തരായ ആർക്കും സംഗമത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെയാണ് ഹിന്ദുമുന്നണി നേതൃത്വം നൽകുന്ന മുരുക സംഗമം. 5 ലക്ഷത്തിലേറെ ഭക്തർ പരിപാടിക്കെത്തുമെന്നാണ് വിലയിരുത്തൽ. ഭക്തരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് മധുരയിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.